ഇന്ന് സുരേഷ് ഗോപിയെ നമ്മൾ മാധ്യമങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിൽ രാമകൃഷ്ണനെ കൊണ്ടുവന്ന ഒരു മോഹിനിയാട്ട പരിപാടി നടത്തണമെന്ന ആഗ്രഹം. അത് പൂർണ്ണമായിട്ട് രാമകൃഷ്ണൻ അർഹിക്കുന്ന എല്ലാ അംഗീകാരങ്ങളോടും കൂടി, അതായത് പ്രതിഫലമായാലും മറ്റെന്തായാലും എല്ലാം കൂടിയിട്ടാണ്. എങ്ങനെയാണ് അതിന് കാണുന്നത്? അവസരം എന്നുള്ള രീതിയിൽ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്തായാലും നമ്മൾ സ്വീകരിക്കണം. കാരണം അവസരത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത്. പക്ഷേ ഒരു ചേട്ടൻ പോയതിന് ശേഷം ഒരു 8 വർഷക്കാലമായിട്ട് എന്തായാലും സിനിമാ മേഖലയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒപ്പം എനിക്ക് സുരേഷ് ഗോപി സാറിനോട് പറയാനുള്ളത്, CCRT ഫെലോഷിപ്പ് കിട്ടിയിട്ട് 6 മാസമായി ഇപ്പോൾ അത് സബ്മിറ്റ് ചെയ്തിട്ട്. ഇതുവരെ ആ തുക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കേരളത്തിലെ കുറേ കലാകാരന്മാർക്ക് അത് കിട്ടാനുണ്ട്. അപ്പോൾ അത് തരാനുള്ളൊരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതൊരു ശ്രദ്ധക്ഷണിക്കലായിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോഴും ജാതിയും വർണ്ണവും അത്തരം അധിക്ഷേപങ്ങളും വിവേചനങ്ങളും എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും തുടരുന്നത്? ഇവിടെ ഇത് എല്ലാവരുടെ ഇടയിലുള്ളൊരു കാര്യമല്ല. കാരണം ചില ആളുകൾ ഇത് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില വ്യക്തികൾ, അതിൽ എന്താ പറയുക, അതിന് പല പല ഘടകങ്ങളുണ്ട്. അതിൽ എന്താ പറയുക, നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ കലാരംഗത്ത് ഇത്തരത്തിലുള്ള വ്യവസ്ഥിതികൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പല കുട്ടികളും അതിന് ഇരയാവുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഏതായാലും പോരാട്ടം തുടരും. തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക, മണിച്ചേട്ടൻ എങ്ങനെയാണ് സമൂഹത്തിൽ ജനങ്ങൾക്ക് മാതൃകയാകുന്നത്, അത്രയായില്ലെങ്കിൽ പോലും ഒപ്പത്തിനൊപ്പം നമ്മൾ നിലകൊള്ളും. നിയമ നടപടിയിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല, അതെന്തായാലും ചെയ്യും. നമ്മൾ അവർ അധ്യാപികയായിരുന്ന കലാമണ്ഡലം പൂരം അവരെ തള്ളി പറയുന്നു. ഒരാൾ പോലും അവരെ ന്യായീകരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഫീൽഡിൽ ഇനിയും ഉണ്ടോ? അങ്ങനെ ഒരു തീർച്ചയായിട്ടും ഈ ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഫീൽഡിൽ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. കാരണം ഞാനും ഇപ്പോൾ ചില കുട്ടികൾ, അതായത് ഞങ്ങളുടെ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട കുറേ കുട്ടികൾക്കൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും തന്നെ. ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ സത്യഭാമ ടീച്ചർ തന്നെ പല കുട്ടികളെയും മാനസികമായി ഉപദ്രവിച്ച കാര്യങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി, കലാമണ്ഡലത്തിലെ പോസ്റ്റിന് ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ കളിയാക്കിയത്, അതുപോലെ അവിടുത്തെ അഡ്മിഷന് ചെന്നപ്പോൾ കളിയാക്കിയ കാര്യങ്ങളും മാനസികമായി പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ വളരെ ഒരുപാട് ആളുകൾ ഇവർക്കെതിരെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. നമ്മൾക്കറിയാം, കലാസ്ഥാപനങ്ങൾ ഒട്ടുമിക്ക ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ചില ആളുകൾ, എങ്ങനെ ഒരു വിവേചന ബുദ്ധിയോടുകൂടി ഇരിക്കുന്ന ചില ആളുകൾ ഇപ്പോഴും ഉണ്ട്. കേരളീയ സമൂഹം വലിയ മനസ്സോടുകൂടി ഏറ്റുവാങ്ങിയ ആളാണ് കലാഭവൻ മണി, അദ്ദേഹത്തിൻ്റെ സഹോദരൻ താങ്കളും. ആ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു സമൂഹം തന്നെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചേട്ടനെ സ്നേഹിക്കുന്ന ജനങ്ങൾ മുഴുവൻ ഫുൾ സപ്പോർട്ടാണ്. കാരണം ഈ 8 വർഷക്കാലമായിട്ടും എനിക്കിപ്പോൾ ഇന്നലെ ചേട്ടൻ്റെ നിരവധി ആരാധകരായിട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ ചേട്ടൻ്റെ പേരിലുള്ള സംഘടനകളും ഒട്ടുമിക്ക ഇടങ്ങളിലും പ്രചരണങ്ങളും എല്ലാം നടത്തുകയും, അതുപോലെ തന്നെ നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ ഇന്നും ജനഹൃദയങ്ങളിൽ മണിച്ചേട്ടനാണ്. ഇത് ഒരു പക്ഷേ മണിച്ചേട്ടനെ പറഞ്ഞതുപോലെയാണ് അവർക്ക് തോന്നിയിട്ടുള്ളത്. നിയമ നടപടിയുമായി ബന്ധപ്പെട്ട എത്ര സ്റ്റെപ്പ് കടന്നു? ഇപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ള? നിലവിൽ നമ്മൾ ഇന്ന് അഡ്വക്കേറ്റുമാരായിട്ടൊന്ന് ഇരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വാർത്താ പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ എനിക്കതിന് സമയം കണ്ടെത്താനായിട്ടില്ല. ഇന്ന് ഞങ്ങൾ ഇരിക്കുകയാണ് ഒരുമിച്ച്.